നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL 2026 പുതിയ റിക്രൂട്ട്മെൻറ്റ് എത്തിയിരിക്കുകയാണ്. വിവിധ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ലോ തുടങ്ങിയ മേഖലകളിൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരമാണിത്. ആകെ 470 എക്സിക്യൂട്ടീവ് ഒഴിവുകളാണ് ഈ റിക്രൂട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എത്ര ശമ്പളം ലഭിക്കും? ആർക്കൊക്കെ അപേക്ഷിക്കാം? എന്തൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യത? അപേക്ഷിക്കേണ്ട അവസാന തീയതി എപ്പോഴാണ്? സെലക്ഷൻ എങ്ങനെയാണ്? ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇതെല്ലാം ഈ വീഡിയോയിൽ വളരെ ലളിതമായി വിശദീകരിക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം നമുക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ IOCL ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളിൽ ഒന്നാണ്. ഇത്തരത്തിലുള്ള ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജോലി എന്നത് കരിയർ നോക്കുന്നവർക്ക് വളരെ മികച്ച അവസരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ ശ്രദ്ധാപൂർവം പരിശോധിച്ച ശേഷം യോഗ്യതയുള്ളവർ അപേക്ഷിക്കുക. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ റിക്രൂട്ട്മെൻറ്റിൽ ആകെ 470 എക്സിക്യൂട്ടീവ് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലേക്കാണ് ഈ ഒഴിവുകൾ. ഉദാഹരണത്തിന് മെക്കാനിക്കൽ 118 ഒഴിവുകൾ, ഇലക്ട്രിക്കൽ 75 ഒഴിവുകൾ, സിവിൽ 62 ഒഴിവുകൾ, മാർക്കറ്റിംഗ് 41 ഒഴിവുകൾ, ഇൻസ്ട്രുമെൻറ്റേഷൻ 35 ഒഴിവുകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 32 ഒഴിവുകൾ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT 22 ഒഴിവുകൾ, കെമിക്കൽ 16 ഒഴിവുകൾ. ഇതിനു പുറമെ ലോ, ക്വാളിറ്റി കൺട്രോൾ തുടങ്ങിയ വിഭാഗങ്ങളിലും ഒഴിവുകൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമല്ല, ചില പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ റിക്രൂട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം? പോസ്റ്റ് അനുസരിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വ്യത്യാസമുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റ് BE, BTech, ഡിപ്ലോമ, MBA, LLB, MSc കെമിസ്ട്രി തുടങ്ങിയ യോഗ്യതകൾ ആവശ്യമായ വിവിധ പോസ്റ്റുകൾ ഉൾപ്പെടുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് മാത്രം കരുതി ഏതെങ്കിലും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യരുത്. നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏത് ബ്രാഞ്ച് ആണ്, അതിന് റിക്വയർഡ് പെർസെൻറ്റേജ് ഉണ്ടോ, എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട പോസ്റ്റിൻ്റെ എലിജിബിലിറ്റി നോക്കി ഉറപ്പാക്കണം. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുഴുവനും വായിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി പലരും കാത്തിരിക്കുന്ന കാര്യമാണ് സാലറി. ഈ റിക്രൂട്ട്മെൻറ്റിലെ വിവിധ എക്സിക്യൂട്ടീവ് പോസ്റ്റിന് ഏകദേശം 30,000 മുതൽ 50,000 വരെ പ്രതിമാസ ശമ്പളം ലഭിക്കുന്നതായി നോട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. പോസ്റ്റ്, ഗ്രേഡ്, മറ്റ് ബെനിഫിറ്റ്സ് എന്നിവ അനുസരിച്ചായിരിക്കും വ്യത്യാസപ്പെടുന്നത്. അതുകൊണ്ട് സാലറി പാക്കേജ് നോക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് പോസ്റ്റ് അനുസരിച്ച് വ്യത്യസ്തപ്പെടാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റ് അനുസരിച്ചുള്ള പ്രായപരിധി പരിശോധിക്കണം. SC, ST, OBC തുടങ്ങിയ റിസർവ്ഡ് കാറ്റഗറിക്ക് ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ബാധകമാണോ എന്ന് നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പെർസെൻറ്റേജ്, എക്സ്പീരിയൻസ് തുടങ്ങിയ ഓരോ എലിജിബിലിറ്റി കണ്ടീഷൻ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനിയും സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. അതിനുശേഷം നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ടാസ്ക്, പേഴ്സണൽ ഇൻ്റർവ്യൂ തുടങ്ങിയ സെലക്ഷൻ സ്റ്റേജ് ഉണ്ടായിരിക്കും. ലഭ്യമായ റിക്രൂട്ട്മെൻറ്റ് വിവരങ്ങൾ പ്രകാരം സെലക്ഷനിൽ CBTക്ക് 85%, ഗ്രൂപ്പ് ഡിസ്കഷന് 5%, പേഴ്സണൽ ഇൻ്റർവ്യൂവിന് 10% എന്നിങ്ങനെയാണ് വെയിറ്റേജ് നൽകിയിരിക്കുന്നത്. CBTയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം എക്സാം പ്രിപ്പറേഷൻ നേരത്തെ തന്നെ ആരംഭിക്കുന്നത് നല്ലതാണ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് 2026 ആഗസ്റ്റ് 14 മുതൽ ആരംഭിച്ചു. ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി സെപ്റ്റംബർ 3, 2026 ആണ്.
അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് കാത്തിരിക്കാതെ നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. CBT പരീക്ഷ സെപ്റ്റംബർ 24, അതായത് 2026 എന്ന തീയതിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഡേറ്റ് സംബന്ധിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ IOCL നോട്ടിഫിക്കേഷനിൽ ഒരിക്കൽ കൂടി പരിശോധിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം IOCLൻ്റെ ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പേജ് തുറക്കുക. അവിടെ ലേറ്റസ്റ്റ് ജോബ് ഓപ്പണിംഗ് റിക്രൂട്ട്മെൻറ്റ് സെക്ഷനിൽ 2026 എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആദ്യ എലിജിബിലിറ്റി പരിശോധിക്കുക. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് ഉറപ്പായ ശേഷം ആപ്ലിക്കേഷൻ ലിങ്ക് തുറക്കുക. അവിടെ ആവശ്യപ്പെടുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എന്നിവ കൃത്യമായി നൽകുക. ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യമായ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നൽകിയ വിവരങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, IOCL റിക്വയർമെൻറ്റ് 2026 470 എക്സിക്യൂട്ടീവ് വേക്കൻസികൾ ഉൾപ്പെടുന്ന ഈ അവസരം നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായും പരിശോധിക്കുക. ആപ്ലിക്കേഷൻ അവസാന തീയതി സെപ്റ്റംബർ 3, 2026 എന്നാണ് ലഭ്യമായ വിവരങ്ങൾ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഈ അവസരത്തെക്കുറിച്ച് ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഇത്തരം ഗവൺമെൻറ് ജോബ്, പ്രൈവറ്റ് ജോബ്, കേരള ജോബ്, ഗൾഫ് ജോബ് കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ ജോലി സ്വപ്നത്തിലേക്കുള്ള ഒരു വഴിയായേക്കാം. വീണ്ടും പുതിയൊരു ജോലി അവസരവുമായി കാണാം. നന്ദി, നമസ്കാരം.